ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മൂർത്തിസ് ജ്വല്ലറിയുടെ MD ആയിരുന്ന ആദർശനെ ചതിച്ചുകൊണ്ട് തന്നെ അനന്തപുരിയും അതുപോലെ മൂർത്തി മുത്തശ്ശനെ തകർക്കാൻ നോക്കിയവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കാനുള്ള ബുദ്ധിപരമായ നീക്കങ്ങളാണ് ആദർശ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനായി തന്റെ സുഹൃത്തായ മാളവിയെ ശത്രുക്കളുടെ ജ്വല്ലറിയിലേക്ക് ഒരു ഡിസൈനറായിട്ട് എത്തിച്ചിരിക്കുകയാണ് ആദർശ്. അതീവ രഹസ്യമായി നയന വരച്ചു കൊടുക്കുന്ന മനോഹരമായ ഡിസൈനുകൾ ആരുമറിയാതെ മാളവികയുടെ കൈകളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അത് മാളവിക വരച്ച സ്വന്തം ഡിസൈനുകളാണെന്ന് വിശ്വസിപ്പിച്ച് AM ജ്വല്ലറിയിലുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ മാളവിക അവരെ പുച്ഛിച്ച് തള്ളിയെങ്കിലും പിന്നീട് ഡിസൈനുകളിലെ മികവുകളെല്ലാം കണ്ടെത്തി ആ കളക്ഷൻസിനൊക്കെ മാളവിക ഡിസൈൻസ് എന്നുള്ളൊരു ബ്രാൻഡിങ് നെയിമും കൂടെ നൽകി പുതിയ പുതിയ ആഭരണങ്ങൾ പല മോഡലിലും പല കളക്ഷൻസിലുമായിട്ട് വിപണിയിൽ എത്തിക്കാൻ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് AM ജ്വല്ലറി. ഈ നീക്കത്തിലൂടെ ശത്രുക്കളുടെ ബിസിനസ് രഹസ്യങ്ങളും അവർക്ക് പിന്നിൽ കളിക്കുന്ന യഥാർത്ഥ പ്രതികളെയും കണ്ടെത്താമെന്നാണ് ആദർശൻ നയനയും കണക്ക് കൂട്ടുന്നത്. ഒടുവിൽ ആദർശനെയും മൂർത്തി മുത്തശ്ശനെയും കുഴിക്കാനായിട്ട് ചതിക്കുഴികളുമായി കാത്തിരുന്ന നാഗേന്ദ്രൻ തന്നെ ആ കുഴിയിൽ വീഴുകയും ചെയ്യുന്നുണ്ട്. AM ജ്വല്ലറിയുടെ യഥാർത്ഥ MD നാഗേന്ദ്രനാണെന്നുള്ള സത്യം മാളവിക തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. പണ്ട് ഗ്രീനെ വെച്ച് ആദർശനെ ചതിച്ച അതേ രീതിയിൽ തന്നെയാണ് ആദർശ് ഇപ്പോൾ മാളവികയെ മുന്നിൽ നിർത്തി നാഗേന്ദ്രനെതിരെ കളിക്കുന്നതും. ഇതിലൂടെ നാഗേന്ദ്രൻ മാത്രമല്ല, നാഗേന്ദ്രനെ സഹായിക്കാൻ അവന്തികയുടെ വലിയൊരു പങ്കുണ്ടെന്നും അയർലൻഡിലെ പഠനമെല്ലാം കഴിഞ്ഞ് അവന്തിക തിരിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് എത്തിയത് ഇതുപോലൊരു ചാരപ്പണി കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മാളവിക മനസ്സിലാക്കിയിട്ട് ആദർശിൻ്റെ അടുത്ത് എല്ലാം വെളിപ്പെടുത്തുകയാണ്. സേവ്യറിന്റെ സഹായത്തോടെ തന്നെ കിരണും ഈ കാര്യത്തിൽ കൂടുതൽ ഊർജിതമായി തന്നെ അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിലൂടെ തന്നെ ചതിക്കാൻ അബിക്കും ഇതിൽ മുഖ്യ പങ്കുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ആദർശന് മനസ്സിലാവുകയാണ്. അതായത് ആദർശ് ദുബായിലെ ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കാൻ പോയ സമയത്ത് ആദർശനെ അവിടെ ചതിയിൽപ്പെടുത്താൻ ആ സമയത്ത് തന്നെ ഡേവിഡുമായിട്ട് അബി കോണ്ടാക്ട് ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സേവ്യർ മുഖേന ആദർശ് അറിയുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ അബിയും ജലജയും കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആദർശിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളത് ആദർശിന് പകൽ പോലെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാം നിയന്ത്രിക്കുന്ന പുറത്തു നിന്നുള്ള അതിബുദ്ധിമാനായ ഒരാൾ കൂടി ഈ ചതിക്ക് പിന്നിലുണ്ടെന്ന് ആദർശ് സംശയിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വിഷുക്കാലത്ത് മൂർത്തീസ് ജ്വല്ലറിലെ റെക്കോർഡ് സെയിലാണ് നടന്നിട്ടുള്ളത്. കൂടുതലും നയന കളക്ഷൻസ് തന്നെയാണ് അവിടെ സെയിലായി പോയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന വിഷുക്കാലത്ത് ഏത് നാറി കളിയും കളിക്കാൻ AM ജ്വല്ലറി സജ്ജമാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സേവിയർ മുൻകൂട്ടി ആദർശിനെയും കിരണിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മൂർത്തീസ് ജ്വല്ലറിയുടെ കസ്റ്റമേഴ്സിനെല്ലാം റാഞ്ചിക്കൊണ്ട് പോകാൻ ഇവർ പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണെന്നും പറയുകയാണ്. ഇത് മൂർത്തീസ് ജ്വല്ലറിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം അത് വളരെ വലുതായിരിക്കും. ഇത് മൂർത്തീസ് ജ്വല്ലറിയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കുമെന്നും ഇതൊരിക്കലും മുത്തശ്ശന് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ കിരണും ആദർശും കൂടെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഇത്രയധികം പ്രശ്നങ്ങൾ ബിസിനസ്സിൽ പുകയുമ്പോഴും നിലവിലെ MD സ്ഥാനത്തിരിക്കുന്ന അനി ഇതൊന്നും ഗൗരവമായി കാണുന്നില്ല കേട്ടോ. അനിയാണെങ്കിൽ പ്രണയവും ആഘോഷമൊക്കെ ആയിട്ട് നടക്കുകയാണ്. വീടിനുള്ളിൽ ചില പൊട്ടിത്തെറികളൊക്കെ നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അനിക്ക് ഇപ്പോഴും നന്ദുവിനോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുമില്ല കേട്ടോ. ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ അനിയുടെ ഇഷ്ടവും ഒരു വഴിക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അധികം വൈകാതെ തന്നെ മാളവിക ആദർശിന് വേണ്ടിയിട്ട് AM ജ്വല്ലറിയുടെ വിശ്വസ്തത കൈപിടിക്കുകയാണ്. മാളവിക AM ജ്വല്ലറിലെ രഹസ്യങ്ങളെല്ലാം ചികഞ്ഞെടുക്കാൻ തുടങ്ങി. നയന വരച്ചു കൊടുക്കുന്ന പുതിയ പുതിയ ഡിസൈൻസ് എല്ലാം തന്നെ താൻ വരച്ചതാണെന്നുള്ള വ്യാജേന ഡേവിഡിന് മുമ്പിൽ എത്തിക്കുകയും ഡേവിഡ് ഇതെല്ലാം തന്നെ നാഗേന്ദ്രൻ അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസം മാളവിക ഡേവിഡിനോട് തന്നെ നേരിട്ട് ചോദിക്കുന്നുണ്ട്, സാർ ഇതൊക്കെ ആർക്കാണ് അയച്ചു കൊടുക്കുന്നതെന്ന്. സാറാണല്ലോ ഈ ജ്വല്ലറിയുടെ MD, പിന്നെ എന്തിനാണ് എൻ്റെ ഡിസൈൻസ് ഒക്കെ മറ്റൊരാൾക്ക് സാറിങ്ങനെ അയച്ചു കൊടുത്ത അഭിപ്രായം ചോദിക്കുന്നത്? മാളവിക വിശ്വസ്തയായ ഒരു സ്റ്റാഫ് ആണല്ലോ എന്ന് കരുതിയിട്ട് തന്നെ ഡേവിഡ് ഈ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയും ചെയ്യുകയാണ്. സാറ് തന്നെ അതിലൊക്കെ ഒരു ഡിസിഷൻ എടുത്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ. ആ സമയത്ത് ഡേവിഡ് മറുപടി പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊന്നും മോക്കറിയില്ലല്ലോ. മാളവിക ഇപ്പം ഞങ്ങളുടെ വിശ്വസനീയമായ സ്റ്റാഫ് ആയതുകൊണ്ട് മാത്രം ഞാൻ മാളവികയോട് കാര്യങ്ങൾ പറയാം. ഞാൻ ഈ ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഒന്നുമല്ല, ഞാൻ താൽക്കാലിക MD മാത്രമാണ്. AM ജ്വല്ലറിയുടെ ഓണറും MD ഒക്കെ നാഗേന്ദ്രൻ സാറാണ്. ഇത് കേട്ടിട്ട് മാളവിക്ക് വലിയ ഷോക്കൊന്നും ആവുന്നില്ല കേട്ടോ. എങ്കിൽ പോലും ഡേവിഡിന് ഒരു സംശയം ആകാതിരിക്കാനായിട്ട് മാളവിക മുഖത്ത് എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. മാളവിക പറയുന്നുണ്ട്, ആണോ സാർ, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. സാറാണ് ഈ കമ്പനിയുടെ MD എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സാർ താൽക്കാലികമായിട്ട് മാത്രമാണോ MD എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് ഡേവിഡ് പറയുന്നുണ്ട്, അതേ മോളെ, ഞാൻ താൽക്കാലിക MD മാത്രമാണ്. എനിക്ക് മുകളിൽ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിറവേറുന്നവരെ അദ്ദേഹം മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ്. നാഗേന്ദ്രൻ എന്തിനാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നതെന്നും അതിന്റെ പിന്നിലെ വലിയ കളികളെക്കുറിച്ചും ഡേവിഡ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭാഷണങ്ങളെല്ലാം തന്നെ മാളിക തന്റെ പക്കലുള്ള രഹസ്യ പിൻ ക്യാമറയിലൂടെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ദൃശ്യങ്ങളും അതുപോലെ തന്നെ നാഗേന്ദ്രനാണ് യഥാർത്ഥ ഉടമ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആദർശിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നാഗേന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദർശനാകെ ഷോക്കാവുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശൻ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട തന്റെ സ്വന്തം അമ്മാവൻ തന്നെയാണല്ലോ നാഗേന്ദ്രൻ എന്നോർത്ത് ആദർശനാകെ അത്ഭുതപ്പെടുകയാണ്. അവിയുടെയും അവന്തികയുടെയും അച്ഛനായ നാഗേന്ദ്രനെ കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന്റെ പക തീർക്കാൻ
ഇത്രയും കാലം ഒളിച്ചിരുന്ന് ഇയാൾ കരുക്കൾ നീക്കുകയായിരുന്നു എന്നൊക്കെ ആദർശ് തിരിച്ചറിയുകയാണ്. ഇത്രയും കാലം തങ്ങളുടെ തണലിൽ കഴിഞ്ഞവർ തന്നെ തങ്ങളെ തകർക്കാനായിട്ട് ഇത്രയും വലിയൊരു പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്യുകയും അതുവഴി മുത്തശ്ശനെയും മൂർത്തിസ് ജ്വല്ലറിയും തകർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആദർശ് ഞെട്ടൽ മാറാതെ നിൽക്കുകയാണ്. മൂർത്തിസ് ജ്വല്ലറിയുടെ ചരിത്രത്തിൽ തന്നെ സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. മൂർത്തിസ് ജ്വല്ലറിയുടെയും അതുപോലെ തന്നെ അനന്തപുരി തറവാടിൻ്റെയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷമാണ് നാഗേന്ദ്രൻ ഇതുപോലൊരു കളി കളിക്കുന്നതെന്നൊക്കെയുള്ളത് ആദർശ് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ അയാളെ സഹായിക്കാൻ അനന്തപുരി തറവാട്ടിലുള്ളവരുമുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴേക്കും ആദർശന് കലിയടക്കാൻ തന്നെ കഴിയുന്നില്ല. വരാനിരിക്കുന്ന വിഷുക്കാലത്ത് മൂർത്തിസ് ജ്വല്ലറിയുടെ കസ്റ്റമേഴ്സിനൊക്കെ റാഞ്ചാൻ പദ്ധതി ഇടുന്നുണ്ടെന്നത് സേവ്യർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. വരാൻ പോകുന്ന വിഷുവിൽ മൂർത്തിസ് ജ്വല്ലറിയെ തകർത്തെറിയാനും AM ജ്വല്ലറി ടോപ്പ് പൊസിഷനിൽ എത്താനും കൂടെ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു നാറിയ കളി നാഗേന്ദ്രൻ കളിക്കുന്നത് തന്നെ. അതോടൊപ്പം തന്നെ പുതിയൊരു ബ്രാഞ്ചും കൂടെ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റാനും നാഗേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട്. വൈകാതെ തന്നെ മാളവിക പകർത്തിയ ദൃശ്യങ്ങളെല്ലാം തന്നെ ആദർശന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ആദർശന് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ജ്വല്ലറിൽ തിരിമറി നടത്തിയതിന്റെ പേരിൽ മുത്തശ്ശൻ ആട്ടിയിറക്കി വിട്ട അമ്മാവൻ തന്നെയാണ്. എന്നാൽ ആ ദൃശ്യങ്ങളിൽ അയാൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, അയാളോടൊപ്പം തന്നെ അവന്തികയും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ആദർശന് സകല പിടിയും വിടുന്നത്. കാരണം തങ്ങളുടെ കൂടെ നിന്ന് തങ്ങളെ ചതിക്കുന്ന ആരാണെന്നുള്ളത് ആദർശ ആ സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. അവന്തിക നല്ലപിള്ള ചമഞ്ഞ് തങ്ങളുടെ കൂടെ നിന്ന് എല്ലാ വിവരങ്ങളും ചോർത്തുകയും അച്ഛനെ സഹായിക്കാനായിട്ട് അച്ഛന് ചാരപ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ളത് മനസ്സിലാവുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ആദർശം എല്ലാം നയനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അവന്തിക ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആദർശേട്ടാ. നമ്മുടെ സ്നേഹത്തിന് പകരമായി അവൾ തന്നത് ഈ ചതിയായിരുന്നു അല്ലേ? നയനെ സങ്കടത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്. പഠനം കഴിഞ്ഞ് അവൾ തിരികെ വീട്ടിൽ വന്നപ്പോഴേക്കും അവളുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ സ്വന്തം അമ്മയും ആങ്ങളെയും വെറുക്കുന്ന പോലെ അഭിനയിച്ചിട്ട് അവൾ സ്വന്തം അച്ഛനെ ആയിരുന്നു അല്ലേ സഹായിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇപ്പം ഇവളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുക തന്നെയാണ് ഇവളും ചെയ്യുന്നത്. അബിയും ഇവളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നവ്യ AM ജ്വല്ലറിയിലെ മോഡലായിട്ട് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഡേവിഡും അബിയും തമ്മിൽ കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാനന്ന് ദുബായിൽ പോയ സമയത്ത് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് ഡേവിഡിനെ അറിയിച്ചു കൊടുത്തത് അബിയാണ്. സേവിയർ അബിയുടെയും ഡേവിഡിന്റെയും കോൾ ലിസ്റ്റുകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഈ സത്യം പറഞ്ഞതെന്നും പറയുകയാണ് ആദർശ്. എന്തായാലും അവന്തികയുടെ തിരിച്ചുവരവിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. നമ്മുടെ കൂടെ നിന്ന് സ്വന്തം അച്ഛനെ സഹായിക്കാനായിട്ട് ചാരപ്രവൃത്തി ചെയ്യുകയായിരുന്നു അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊട്ടും തന്നെ വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് കേട്ടോ രണ്ടുപേരും. നമ്മുടെ വീടിനുള്ളിൽ തന്നെ നമ്മളെ ചതിക്കാൻ ഇതുപോലെ ശത്രുക്കൾ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇതൊന്നും തന്നെ ഇനി ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല. ഇതിനുള്ള തിരിച്ചടി ഞാൻ എന്തായാലും കൊടുത്തിരിക്കും. കള്ളികളെല്ലാം തന്നെ വെളിച്ചത്ത് വന്ന സ്ഥിതിക്ക് ഇനി കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നടക്കുമെന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ തർപ്പിച്ച് പറയാട്ടോ ആദർശ്. പിന്നീട് വൈകാതെ തന്നെ ആദർശം നയനും സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താൻ അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ മുത്തശ്ശന്റെ ചോദ്യം പരിഹാസ്യ രൂപേണയായിരുന്നു കേട്ടോ. എന്തായി, വലിയ വീരവാദം മുഴക്കി പോയതല്ലേ? ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കണ്ടു കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ മുത്തശ്ശൻ. ആ സമയത്താണ് അവന്തിക പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത്. അത് കണ്ടപാടെ തന്നെ ആദർശ് അവന്തികയെ തടഞ്ഞിറത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ ഇത് എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന്. പതിവ് പോലെ തന്നെ ആ ഒരു നിഷ്കളങ്ക ഭാവം മുഖത്ത് വരുത്തിക്കൊണ്ട് തന്നെ അവന്തിക പറയുന്നുണ്ട്, ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു ആദർശ് ചേട്ടാ എന്ന്. ആദർശ് ഉടനെ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, ആണോ? എങ്കിൽ നീ കാണാൻ പോയ ഫ്രണ്ടിനെ ഞങ്ങൾക്കറിയാം. നിന്റെ അച്ഛനെയാണോ നീ ഫ്രണ്ടെന്ന് വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാട്ടോ. ആദർശിന്റെ ഈ ചോദ്യം കേട്ടപാടെ അവന്തിക ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം ഇതുപോലൊരു കാര്യമാണ് ആദർശ് പറയാൻ പോകുന്നതെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുകയായിരുന്നു. ഇത് കേട്ടപാടെ തന്നെ എല്ലാവരും അങ്ങ് ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. കാരണം നാഗേന്ദ്രനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. തുടർന്ന് ആദർശ് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ മറിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കണ്ടെത്തി. തുടർന്ന് ആദർശ് മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ എന്ത് പറഞ്ഞിട്ടാണോ ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോയത് അത് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു എന്ന് പറയാട്ടോ മുത്തശ്ശൻ്റെ അടുത്ത്. അനന്തപുരി തറവാടിനെ മൂർത്തിസ് ജ്വല്ലറിയും തകർക്കാൻ നോക്കുന്ന ആ മറഞ്ഞിരിക്കുന്ന ശത്രു ആരാണെന്ന് ഞാൻ കണ്ടെത്തി എന്നൊക്കെ തന്നെ ആദർശ് പറയുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ തന്നെ ആദർശിനെ നോക്കിയിരിക്കുകയാണ്. ഡേവിഡ് ഒരു പാവ മാത്രമാണ്. AM ജ്വല്ലറിയുടെ യഥാർത്ഥ സൂത്രധാരൻ വേറെ ആരുമല്ല. AM ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ AM ജ്വല്ലറിയുടെ MD നാഗേന്ദ്രനാണെന്നുള്ള സത്യം എല്ലാവർക്കും മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ആദർശ്. കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് വേണ്ടി ചാരപ്പണി ചെയ്ത അവന്തികയുടെ മുഖം മൂടി അവിടെ വലിച്ചു കീറുകയാണ് ആദർശ്. സ്വന്തം അച്ഛനാണ് AM ജ്വല്ലറിയുടെ ഓണർ അല്ലെങ്കിൽ MD എന്നുള്ള സത്യം അബിയും ജലജയൊക്കെ ആ നിമിഷത്തിലാണ് തിരിച്ചറിയുന്നത് പോലും. ദുബായിൽ വെച്ച് ആദർശിനെ ചതിയിൽപ്പെടുത്തി ജയിലിലേക്ക് പറഞ്ഞു വിടാനായിട്ട് അബിയാണ് നാഗേന്ദ്രനെ സഹായിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആദർശ് ആ സമയത്ത് തുറന്നു പറയുക ചെയ്യുന്നുണ്ട്. അതും കൂടെ കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനാകെ കലിയിളകുകയാണ് കേട്ടോ. മുത്തശ്ശൻ ദേഷ്യപ്പെട്ട അബിയെ ഇങ്ങനെ നോക്കുകയാണ്. കൂടെ നിന്ന് ചതിക്കുന്നവരോട് ഒരു ദയാദാക്ഷിണ്യം മുത്തശ്ശൻ കാണിക്കുകയല്ല. ഒടുവിൽ മൂർത്തിസ് ജ്വല്ലറിയുടെയും അനന്തപുരി തറവാടിനെയും പതനം ആഗ്രഹിച്ചിരുന്ന ആ അജ്ഞാത ശത്രു ആരാണെന്നുള്ള രഹസ്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശനും മനസ്സിലാവുകയാണ്. ആദർശം രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഭാവത്തിൽ തന്നെയാണ് കേട്ടോ. തന്റെയും തന്റെ കുടുംബത്തെയും ഇതുപോലെ ഉപദ്രവിച്ച ചതിച്ച ആളെ വെറുതെ വിടാൻ ആദർശ് ഒട്ടും തന്നെ തയ്യാറല്ലായിരുന്നു.
അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ നയനയും അതുപോലെ കിരണും കല്യാണിയും എല്ലാവരും തന്നെ ആദർശനൊപ്പം ചേർന്ന് നിന്നു. ഇനി അങ്ങോട്ടേക്ക് ആദർശും നാഗേന്ദ്രനും തമ്മിൽ നേർക്ക് നേർ പോരാട്ടമാണ്. തിരശ്ശീലയ്ക്ക് മറവിൽ ഒളിച്ചെറിഞ്ഞ് കളിക്കുന്ന നാഗേന്ദ്രനെ തകർത്തെറിയാനായിട്ട് ആദർശം നയനയും കിരണും കല്യാണിയും അതോടൊപ്പം മാളവികയും ചേർന്ന് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ അറിയാനുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. ഇനി അയാളെ ഒരിക്കലും വളരാൻ അനുവദിക്കരുത്. അയാളെ വേറോടെ പിഴുതെറിയണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ആദർശൊക്കെ ചെയ്യുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ നാഗേന്ദ്രനെയും അതുപോലെ എൻ ജ്വല്ലറിയും തകർത്തെറിയാൻ ആദർശ് തയ്യാറാവുകയാണ്. ദുബായിൽ വെച്ച് മാത്രമല്ല മുംബൈയിലും അയാൾ തന്നെ ചതിക്കുകയായിരുന്നല്ലോ. ആ ഒരു ദേഷ്യവും പകയും എല്ലാം തന്നെ ആദർശിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അയാൾ തകർന്നടിയുന്നത് കാണാതെ എനിക്കൊരു സമാധാനം ഇല്ലാന്ന് തന്നെ ആദർശ് നയനോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അയാൾ നമ്മളോട് കാണിച്ച ക്രൂരതയ്ക്കെല്ലാം അർഹമായ ശിക്ഷ അയാൾക്ക് കിട്ടണമെന്നൊക്കെയുള്ളത് നയനയുടെ ഒരു വാശിയായി മാറിയിരുന്നു. ഇവരോടൊപ്പം ചേർന്ന് തന്നെ നന്ദുവും എൻ ജ്വല്ലറിയിൽ നടക്കുന്ന കൃത്രിമങ്ങളെല്ലാം തന്നെ കണ്ടുപിടിക്കുകയാണ്. അതായത് ബൾക്കായിട്ട് കളക്കടുത്ത സ്വർണം എൻ ജ്വല്ലറിയിൽ കൊണ്ടുവരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ട് തന്നെ നന്ദു അറിയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ടാക്സ് വെട്ടിച്ചാണ് ഇവർ ആഭരണങ്ങളെല്ലാം നിർമ്മിക്കുന്നുള്ളതും നന്ദു കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. നിയമത്തിന് മുമ്പിൽ നിന്ന് ഇനി അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്നുള്ള ഒരു ഉറപ്പ് തന്നെ നന്ദു ആദർശന് നൽകുന്നുണ്ട്. അത് ആദർശന് ഒരുപാട് സമാധാനമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദു നൽകിയ തെളിവുകളും കൂടി ആകുമ്പോഴേക്കും ഇതങ്ങ് സ്ട്രോങ് ആവുകയാണ്. കള്ളവും ചതിയും വെട്ടിപ്പും തട്ടിപ്പുമായിട്ട് നാഗേന്ദ്രൻ പടുത്തുയർത്തിയ ആ സാമ്രാജ്യം തകർന്നടിയാൻ പോവുകയാണ് കേട്ടോ. അധികം വൈകാതെ തന്നെ നാഗേന്ദ്രനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പബ്ലിസിറ്റി ആവുകയാണ്. അധികം വൈകാതെ തന്നെ എ എൻ ജ്വല്ലറിയിൽ പോലീസുകാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് എ എൻ ജ്വല്ലറിക്ക് വളരെയധികം നഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു. എ എൻ ജ്വല്ലറിയുടെ എല്ലാ പേരും പ്രശസ്തിയും ഇല്ലാതാക്കിയതോടെ തന്നെ എ എൻ ജ്വല്ലറി അടച്ചു പൂട്ടുന്ന ഒരു സ്ഥിതി തന്നെ ഉണ്ടാവുകയാണ് അവിടെ. വഞ്ചനയിലൂടെയും ചതിയിലൂടെയും തട്ടിപ്പിലൂടെയൊക്കെയാണ് എ എൻ ജ്വല്ലറി ഇത്രയും വലിയൊരു സാമ്രാജ്യമായി വളർന്നെന്നൊക്കെയുള്ളത് നാട്ടുകാരും അറിയുകയാണ്. ടാക്സ് വെട്ടിച്ചതിന്റെ പേരിലും കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നതിന്റെ പേരിലും എ എൻ ജ്വല്ലറിയുടെ MD ആയ നാഗേന്ദ്രനെ നന്ദു തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എ എൻ ജ്വല്ലറിയിലെ MD അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ അധികം വൈകാതെ എല്ലാവരും അറിയുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി നഷ്ടപ്പെട്ട പ്രതാപവും പ്രശസ്തിയും എല്ലാം വീണ്ടെടുത്ത് മൂർത്തിസ് ജ്വല്ലറി പഴയതുപോലെ തന്നെ മുന്നിലേക്ക് കുതിച്ചുയരുകയും ചെയ്യുകയാണ്. ചതിക്കുഴികൾ ഓരോന്നായി തിരിച്ചറിയുകയും അതിനെതിരെ പൊരുതുകയും ചെയ്ത് കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനം നിലനിർത്തി ആദർശ നയനയും തിരിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് തന്നെ തിരികെ എത്തുകയും ചെയ്യുകയാണ് കേട്ടോ. അതോടുകൂടി തന്നെ അനന്തപുരി തറവാട്ടിൽ പഴയ സന്തോഷവും സമാധാനവും എല്ലാം വരികയാണ്. അനന്തപുരി തറവാട് വീണ്ടും ഐശ്വര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. അതോടൊപ്പം തന്നെ തങ്ങളുടെ കൂടെ നിന്ന് തങ്ങളുടെ കുടുംബത്തെ തന്നെ ചതിക്കാൻ നോക്കിയ അവന്തികയും അഭിയും ജലജയും നവ്യനെയൊക്കെ മുത്തശ്ശൻ വരച്ച വരയിൽ നിർത്തുകയാണ് കേട്ടോ. കാരണം ഇനി അവർക്ക് ഒന്നും തന്നെ പറഞ്ഞ് രക്ഷപ്പെടാനാകില്ല. എല്ലാ പഴുതുകളും അടച്ചു, എങ്ങും പോകാൻ ഒരിടമില്ല. അതുകൊണ്ട് മുത്തശ്ശൻ പറയുന്ന കേട്ട് ഇവിടെ നിൽക്കാനല്ലാതെ അവർക്ക് മുമ്പിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. എ എൻ ജ്വല്ലറിയിലെ മോഡലാണെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നല്ലോ നവ്യയ്ക്ക്. നവ്യയുടെ അഹങ്കാരം കൂടെ തീർത്തു കൊടുക്കുകയാണ് ആദർശ ആ സമയത്ത്. ആദർശം മുത്തശ്ശനൊക്കെ പറയുന്ന കേട്ട് ഈ കുടുംബത്തിൽ പിടിച്ചു നിൽക്കാനല്ലാതെ അവർക്ക് മുമ്പിൽ വേറെ ഓപ്ഷനൊന്നും തന്നെ ഇല്ലായിരുന്നു. വിജയശ്രീ ലാളിതനായി ആദർശ തിരികെ തറവാട്ടിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ മുത്തശ്ശൻ മൂർത്തിസ് ജ്വല്ലറിയുടെ MD സ്ഥാനം ആദർശൻ തന്നെ കൈമാറുകയും തലയെടുപ്പോടെ ആദർശ് തന്നെ മൂർത്തിസ് ജ്വല്ലറിയുടെ MD കസേരയിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്